സോ ഗൈസ് ഞങ്ങളിത് അമ്പലത്തിലേക്ക് പോകണം കേട്ടോ. ഞങ്ങളുടെ തറവാട്ട അമ്പലത്തിലേക്കാണ് പോണത്. ഇവിടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. സോ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ നമ്മളിന്ന് വന്നിരിക്കുന്നത് നമ്മുടെ ഓണം വിശേഷങ്ങൾ നിങ്ങളായിട്ട് പങ്കുചേരാനാണ്. സോ ഇതാണ് കേട്ടോ നമ്മുടെ വീട്ടിലിട്ടിരുന്ന പൂക്കളം. അപ്പോൾ നമ്മളെന്ത് ചെയ്ത് കാലത്ത് തന്നെ കുളിയൊക്കെ കഴിഞ്ഞ് നമ്മളിതേ അമ്പലത്തിലേക്ക് പോകണേന്. വേറെ ഒന്നുമല്ല, നമ്മുടെ തൊട്ടടുത്ത് തന്നെ തറവാട്ടമ്പലത്തിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആദ്യം ഞാനും ചേച്ചിയും കൂടിയാണ് പോയത്. ഞങ്ങളുടെ പുറകിൽ അമ്മയും അഖിലും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതേ ഓൾമോസ്റ്റ് അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതേ നമുക്കിത് ഇങ്ങനത്തെ ഒരു വ്യൂ ഒക്കെ കാണാം കേട്ടോ. സോ ഫൈനലി ഞങ്ങൾ അമ്പലത്തിലെത്തി. അപ്പോൾ ഞങ്ങൾ വൈകിയാണ് വന്നത്, ഇത്തിരി ലേറ്റായാണ് എത്തിയത്. അപ്പോൾ ഇതേ അമ്പലത്തിൽ ഇതേ നിവേദ്യത്തിൻ്റെ ടൈമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ ആ ടൈമായപ്പോൾ ഞങ്ങൾ പുറത്ത് ഇങ്ങനെ നിൽക്കണിരുന്ന ആളുകൾ എല്ലാവരും അവിടെ നിന്ന് മാറാൻ പറഞ്ഞപ്പോൾ മാറി. അങ്ങനെ അപ്പോൾ ഇന്ന് നിക്കിബിയുടെ പൂജയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പൂജയുടെ ഇതൊക്കെയാണ് കാണുന്നത് കേട്ടോ ഗൈസ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ഹാപ്പി ഓണം ടു ആൾ. പിന്നെ ഇതാണ് നമ്മുടെ തറവാട്ട് ക്ഷേത്രം കേട്ടോ. നമ്മളിവിടെയാണ്, എൻ്റെയും അഖിലിൻ്റെയും ഞങ്ങളുടെ രണ്ടുപേരുടെയും തറവാട്ട് ക്ഷേത്രം ഇതാണ്. സോ ഗൈസ് ഞങ്ങളിതേ അങ്ങനെ ഓണക്കോടിയൊക്കെ ഇട്ട് അഖിലും നിക്കിയൊക്കെ ഇരിപ്പുണ്ട് കേട്ടോ. ഞാൻ ഓണക്കോടി അല്ലായിരുന്നു ഇട്ടിരുന്നത്, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് പിന്നെ അത് ഇട്ടത്. സോ ഗൈസ് അവരിത് തൊഴണേ കേട്ടോ ഇവിടെ. അങ്ങനെ നമ്മൾ കാലത്തെ തന്നെ മോർണിംഗ് നമ്മുടെ ആ ഡ്യൂട്ടിയൊക്കെ അങ്ങോട്ട് കഴിഞ്ഞ് നിൽക്കുന്ന. പിന്നെ ഫോട്ടോഷൂട്ടൊക്കെ ചെയ്യാൻ വേണ്ടി ജസ്റ്റ് വെറുതെ നടക്കാനൊക്കെ പറഞ്ഞ് ആളൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ തന്നെ നമുക്ക് പൂക്കളമൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും അതിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവരെ രണ്ടുപേരെയൊക്കെ ഞങ്ങൾ നിർത്താൻ നോക്കി. പക്ഷെ ഓൾമോസ്റ്റ് നല്ല ഫോട്ടോ ഒക്കെ കിട്ടിയെങ്കിൽ ഇതുങ്ങളെ ഇത്തിരി റിസ്ക് ആയിരുന്നു രണ്ടുപേരെ നിർത്തി ഫോട്ടോ എടുക്കലും പിടിക്കലും. ഒരാളെ വിളിക്കുമ്പോൾ ഒരാളെ കാണില്ല, ഒരാൾ ഇവിടെ നിൽക്കുമ്പോൾ മറ്റാൾ ഓടിപ്പോവും. അങ്ങനത്തെ ഒരു കണ്ടീഷനാണ്. ഫൈനലി ഞങ്ങൾക്ക് ഇതേ അവിടെ നിന്ന് പായസമൊക്കെ കിട്ടി കേട്ടോ. ഇതാണ് ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ്. ഇവിടെ വന്നു കഴിഞ്ഞാൽ കഴിക്കണ സാധനമാണ്.
എനിക്കറിയാൻ പാടില്ലാത്തോണ്ടാ. ഹേ ഗായ്സ്, അപ്പോൾ നമ്മളിത് ഓണം കഴിഞ്ഞ് പിറ്റേ ദിവസം നമ്മുടെ വീട്ടിലേക്ക് പോണേണ്ട. അപ്പോൾ ഓൾറെഡി ചേട്ടനും ചേച്ചിയൊക്കെ പോയി. അവർ വരും, പക്ഷേ ഇന്ന് രാത്രി തന്നെ വരും അവർ. ഞങ്ങൾ ഇന്ന് വീട്ടിലേക്ക് പോകണതാണ്. അപ്പോൾ ഇനി ഞങ്ങളിപ്പോൾ അവിടെ ഇരിക്കുള്ളൂ. അവിടെ പ്രോഗ്രാംസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാൻ പോകണതാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ പുതിയപ്പിച്ച് തന്നിട്ട് നമ്മുടെ ബാക്കി വിശേഷങ്ങൾ കാണാം. സോ ഗായ്സ്, അങ്ങനെ നമ്മളിതേ വൈപ്പിനെത്താറായപ്പോൾ നിക്കിബിനത് മുടി വെട്ടിക്കാൻ വേണ്ടി ഒരു പാർലറിലേക്ക് എത്തിയേക്കണേ. നമ്മൾ റെഗുലറായിട്ട് വരുന്ന ഒരു സലൂണാണ്. നിക്കിബിനെ ഇവിടെയാണ് ഹെയർ കട്ട് ചെയ്യിക്കണേ കേട്ടോ. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഓണമൊക്കെ അല്ലേ വരുന്നത്, ഓണം കഴിഞ്ഞിട്ട് ഓൾമോസ്റ്റ്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇവിടെ ഞങ്ങൾക്ക് ഇവനെ വെട്ടിക്കാൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല സാറ്റിസ്ഫാക്ഷനാണ്. അങ്ങനെ ഫൈനലി നമ്മളിത് നമ്മുടെ തറവാട്ടിലെത്തിയേട്ടാ. ഞങ്ങൾ വന്നപ്പോൾ തന്നെ ഇവിടെ എല്ലാവരും ഇതേ വഴിയിൽ ഇങ്ങനെ നിൽക്കണേണ്ട. കാരണം എല്ലാവരും മറ്റേ ഗുണ കേവിൽ എക്സ്പോ കാണാൻ വേണ്ടി പോകാൻ വേണ്ടിയുള്ള പ്ലാനിലിരുന്നാൽ പക്ഷെ പോകാൻ പറ്റില്ലായിരുന്നു. ഞങ്ങൾക്ക് കുറച്ച് പ്രോബ്ലംസ് കാരണം ഞങ്ങൾ പോയില്ല. ഞങ്ങൾ ലേറ്റ് ആയിരുന്നതുകൊണ്ട് അത് പാളി പോയായിരുന്നു. അങ്ങനെ നമ്മുടെ തറവാട്ടിലെ എല്ലാവരും ലാൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര സന്തോഷമുണ്ട്. ആഫ്റ്റർ എ ലോങ് എല്ലാവരും ഇങ്ങനെ മീറ്റപ്പ് ചെയ്തപ്പോൾ. Hello.